അപ്പോൾ ഇന്ന് 27-ാം രാവിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ സുബൈ മുതൽക്ക് വൈകുന്നേരം നോമ്പ് തുറക്കുന്നത് വരെയുള്ള പരിപാടികളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ നോമ്പ് എടുത്തിരുന്നതും പിന്നെ കുറച്ച് ഓർമ്മകളുമാണ് ഇതിൽ ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് വിഭവം പിന്നെ കൽത്തപ്പവും നെയ്യപ്പവുമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ രാവിലത്തെ സുബഹിസ്കാരത്തിന് ശേഷം ഞാൻ കിടന്നുറങ്ങി. അതിന് ശേഷം നീച്ചിട്ട് ഇപ്പം മുറ്റടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വീട് ക്ലീനിങ്ങും പരിപാടികളൊക്കെയാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് തുടക്കുന്നില്ല കേട്ടോ, അടിച്ചു വരൽ മാത്രമേ ഉള്ളൂ. കാരണം ഇന്ന് കുറച്ച് കൂടുതൽ സമയം നമ്മൾ ഖുർആൻ ഓതണമല്ലോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പണി തീർക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെറുപ്പത്തിൽ ഞാൻ ഇതുപോലെ ഈ ചെറുപ്പത്തിൽ നമുക്കൊക്കെ നോമ്പ് തുറക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഞാനും ചെറിയ രീതിയിൽ നോമ്പ് എടുക്കും. പക്ഷേ ഉച്ച ആകുമ്പോഴേക്കും ഞാനത് മുറിച്ച് കളഞ്ഞിട്ടുണ്ടാവും കേട്ടോ, നോമ്പൊക്കെ മുറിക്കും. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ചെറുപ്പത്തിൽ ഈ 27-ാം രാവിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് ഈ കൂടുതലും നമ്മളെ ഈ മലപ്പുറം ജില്ലയിലാണ് ആൾക്കാരിങ്ങനെ 27-ാം രാവിൻ്റെ പൈസക്ക് വേണ്ടിയിട്ട് നടക്കുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ ഞാനും ചെറുപ്പത്തിൽ എൻ്റെ പിന്നെ 27-ാം രാവിൻ്റെ പൈസക്ക് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ വലിയ വീടുകളൊക്കെ കാണുമ്പോൾ അവിടെയൊക്കെ കയറിച്ച് പോവും. പക്ഷേ അവരാരും പൈസ കൊടുക്കുന്നുണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഉച്ച വരെ വെയിലും കൊണ്ട് നടന്നിട്ട് എനിക്ക് ആകെ കിട്ടിയത് 1.5 രൂപയും 2 രൂപയാണോ അങ്ങനെ അത്രയേ കിട്ടിയുള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ ശേഷം ഇതുവരെ ഞാൻ ആ പരിപാടിക്ക് പോയിട്ടേ ഇല്ല. ഞാൻ പൈസ ചോദിച്ചിട്ട് ഇല്ല, ആരടുത്തേക്കും പോയിട്ടില്ല കേട്ടോ. അങ്ങനെ ഉള്ളൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ എൻ്റെ അമ്മ കൽത്തപ്പം നല്ല മൺചട്ടിയിൽ നല്ല കൽത്തപ്പമൊക്കെ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മളെ അയൽവാസിയിലുള്ള ഒരുപാട് ഹരിജനങ്ങളുണ്ട്, അവർക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കും. ഞാനും എൻ്റെ ഏടത്തിയും കൂടിയാണ് കേട്ടോ എല്ലായിടത്തും കൊണ്ടുപോയി കൊടുത്തിരുന്നത്. അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അതാ നമ്മൾ വീട്ടിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇനി അടുത്ത അയൽവാസിക്ക് ഒരു വീട്ടിലേക്ക് കൊടുക്കണം എന്നൊക്കെ നാത്തോൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ കൽത്തപ്പം ഉണ്ടാക്കി, അത് നല്ല സെറ്റായിട്ടുണ്ട്. നെയ്യപ്പം ഉണ്ടാക്കി സെറ്റായിട്ടുണ്ട്. അപ്പോൾ പിന്നെ നോമ്പ് തുറന്നിട്ടോ എല്ലാ സംഭവങ്ങളും ഉണ്ടാക്കിയിട്ട് അപ്പോൾ എൻ്റെ അമ്മാവൻ്റെ മോള്